വിഷുവിന് കണിവെച്ച ചക്ക മാങ്ങ തേങ്ങ ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ എല്ലാം ബാക്കി ഉണ്ടാവില്ലേ വീട്ടിൽ. എന്നാൽ പൈനാപ്പിൾ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി പറഞ്ഞു തരട്ടെ. മുഴുവനും എടുക്കുന്നില്ല കേട്ടോ, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ട് എങ്ങനെയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണേ എടുത്തിട്ടുള്ളൂ. 2 ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ വെറുതെ പഞ്ചസാര ഇട്ട് മുറിച്ച് തിന്നതുകൊണ്ട് ഇന്ന് വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് നോക്കുന്നത്. ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് മുളക് പൊടി എന്നെല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട പൈനാപ്പിൾ ഉണ്ടല്ലോ അതിൽ നല്ലോണം തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട നമ്മളെ പൈനാപ്പിൾ ഉണ്ടല്ലോ അത് നിരത്തി കൊടുക്കുക. പിന്നെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മേലായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി തൂക്കി കൊടുക്കണേ. എന്നിട്ട് നല്ലോണം തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ നമ്മളെ പൈനാപ്പിൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ടേസ്റ്റ് നോക്കാം കേട്ടോ. വേവോളം കാക്കാമെങ്കിൽ 6ഓളം കാക്കാന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും സമയമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുണ്ടായിരുന്നു. പാറുവിനാണെങ്കിൽ എന്നെക്കാട്ടിയും തിരക്കായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിന്ന് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം പറയാം, മുളക് പൊടിയും പഞ്ചസാരയും ഉപ്പെല്ലാം കണക്കായിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ടോയ്ലറ്റ് നണീക്കലുണ്ടാവില്ല കേട്ടോ. ഈ വായുഭാഗ്യം എന്ന് കേട്ടിട്ടുണ്ടോ? ശ്രീകുട്ടൻ എവിടെയാണ് കളിക്കാൻ പോയിരുന്നത്? രാവിലെ പോയതാണേ. ഈ തിന്നേണ്ട സമയം പോകാൻ എവിടുന്നാ പറന്നെത്തിയെന്നറിയില്ല. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണേ. ബായ്.